looking gorgeous. എന്താണ് സ്പെഷ്യൽ? ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. വാട്ട്? എന്താ? നീ അച്ഛനാവും പോവാ രാഹുൽ. What? Really? Wow! What a great news! ഡോക്ടറെ കൺസൾട്ട് ചെയ്തായിരുന്നോ? ഇല്ല, ഈ ഹാപ്പി ന്യൂസ് ആദ്യം നിന്നോടൊപ്പം ഷെയർ ചെയ്തിട്ട് പിന്നെ ഡോക്ടറെ കാണാന്ന് കരുതി. What? വാ വാ, നീ വാ, പെട്ടെന്ന് വാ, വാ വാ വാ. ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഞാൻ തന്നെ ഇന്നൊരു അമ്മയാവുമ്പോ ഒന്ന് ഓർക്കുമ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നു. I can understand, Vidya. Thank you so much, doctor. Is everything okay? Sorry, Vidya. നിനക്കുണ്ടായിരിക്കുന്നത് നോർമൽ പ്രഗ്നൻസി അല്ല, ട്യൂബൽ പ്രഗ്നൻസി. യൂഷ്വലി ഫീറ്റൽസ് യൂട്രസിലാണ് ഫോം ആവുന്നത്. ബട്ട് ചില റെയർ കേസസിൽ ഫെലപ്പൻ ട്യൂബിലും പ്രഗ്നൻസി ഉണ്ടാവാൻ ഏറെ സാധ്യതയുണ്ട്. നിന്റെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചത്. വൺസ് ട്യൂബിൽ പ്രഗ്നൻസി ഉണ്ടായാൽ ലൈഫ് റിസ്ക് ആണ്. ബെറ്റർ ടു റിമൂവ് ഇറ്റ് ഇമീഡിയറ്റ്ലി. ഈ കണ്ടീഷൻ കാരണം നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ മാത്രമല്ല, നിനക്കും അത് ആപത്താണ്. ഒരു ഡോക്ടറായിട്ട് മാത്രമല്ല, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ടായിട്ട് പറയുക, എത്രയും പെട്ടെന്ന് അബോർഷൻ ചെയ്യുന്നതാണ് ബെറ്റർ. വിദ്യ കൺട്രോൾ. ഡോക്ടർ, എനിക്ക് വിദ്യയാണ് ഇമ്പോർട്ടന്റ്. ഷി മസ്റ്റ് ബി സേഫ്. Please do the needful. Take rest, Vidya. ഒരുപാട് ആലോചിക്കണ്ട. ഓഫീസിൽ അല്പം ജോലിയുണ്ട്, ഞാൻ തീർത്തിട്ട് വരാം. ഓക്കെ? വേഗം വരണേ രാഹുൽ. I will. Take rest. നമസ്കാരം കൊച്ചമ്മേ. നമസ്കാരം. നിങ്ങളുടെ മോളാണോ? അതെ കൊച്ചമ്മേ. മോളുടെ പേരെന്താ? വൈഷ്ണവി. നൈസ് നെയിം. അമ്പലത്തിൽ കൊടുത്താണോ മുടി? ഇല്ല കൊച്ചമ്മേ, മോൾക്ക് ക്യാൻസറാണ്. കീമോതെറാപ്പി ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി മൊട്ടയടിക്കേണ്ടി വന്നു. ഉടൻ തന്നെ ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. രാഹുലിന് കുട്ടികളെ വലിയ ഇഷ്ടാ. തീർച്ചയായും ഹെൽപ്പ് ചെയ്യും. രാഹുലിനോട് പറഞ്ഞാൽ മതി. മോക്ക് കോംപ്ലാൻ വേണോ ഹോർലിക്സ് വേണോ? ബൂസ്റ്റ് ഇറ്റ്സ് എ സീക്രട്ട് ഓഫ് മൈ എനർജി. എനിക്ക് ബൂസ്റ്റ് വേണം. നിങ്ങളോടാണ് കൊച്ചുമ്മേ. എല്ലാവർക്കും നിങ്ങളല്ലേ ഇപ്പൊ കൊച്ചുമ്മ. ഗുഡ് മോർണിംഗ് സർ. ദാസ്, എന്റെ ഭാര്യ നിനക്ക് കൊച്ചുമ്മയാവുമ്പോ ഞാൻ നിനക്ക് കൊച്ചച്ഛനല്ലടാ. സോറി സർ. മാഡം. കം സർ. ഇന്ന് എന്തൊക്കെയാ വർക്ക്? സർ, നെക്സ്റ്റ് ആഡ് ഷൂട്ടിന് മോഡൽ സെലക്ട് ചെയ്യണം. കോർഡിനേറ്റേഴ്സിന്റെ അടുത്ത് നിന്ന് ഫോട്ടോസ് വന്നിട്ടുണ്ട്. സാർ നോക്കി സെലക്ട് ചെയ്തോളൂ. ചെയ്യാം സർ. ഓയ് സുന്ദരി, ഇങ്ങ് വാ. വിദ്യ എന്ന് വെച്ച വിനയം, വിദ്യ എന്ന് വെച്ച ഭംഗി, വിദ്യ എന്ന് വെച്ച അത്, വിദ്യ എന്ന് വെച്ച ഇത്. നിന്റെ ബോയ് ഫ്രണ്ട് പോലത്തെ മകൻ അല്ല, മകൻ പോലത്തെ ബോയ് ഫ്രണ്ട്. ഈ ഫോട്ടോസിൽ നിനക്ക് വളരെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ സെലക്ട് ചെയ്യുക. ഗുഡ്. എന്റെ ടേസ്റ്റിന് മാച്ച് ആവുന്നുണ്ട്. ശരി, നീ ചെല്ല്. ബൂസ്റ്റ്. ദാസ് സർ. ഈ പെണ്ണിന്റെ പേരിൽ അഗ്രിമെന്റ് എഴുതിയിട്ട് ചെക്ക് എഴുതിക്കോ. ഓക്കെ സർ.
നിങ്ങളാരാ? ഞാൻ ആരാണ്, എന്റെ അഡ്രസ് എന്താണ്, അതൊക്കെ പിന്നെ പറയാം. ആദ്യം ഫാം ഹൗസ് ഡെഡ് ബോഡി കത്തിച്ചു കളയുന്നു. നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. എന്താ വേണ്ടത്? ഗുഡ്. ഡയറക്റ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വന്നു. എനിക്ക് എന്ത് വേണമെന്നും എവിടെ വരണമെന്നും ഞാൻ വീണ്ടും ഫോൺ ചെയ്ത് പറയാം. രാത്രി മുഴുവൻ നീ ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. അത് പിന്നെ തലവേദന എന്ന് പറഞ്ഞിരുന്നില്ലേ? ഞാനും രാത്രി മുഴുവൻ എന്റെ വീട്ടിലെ ജനാലയ്ക്കരികിലിരുന്ന് നിന്നെക്കുറിച്ച് മാത്രം ഓർത്ത് നിന്റെ ഈ വീടിനെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു വിദ്യേ. അല്ല, പനിയൊക്കെ കുറഞ്ഞോ? ഓ, എനിക്ക് പകരുന്നുള്ള പേടിയായിരുന്നോ? മരുന്ന് വാങ്ങിച്ചോണ്ട് വരട്ടെ? എനിക്കൊന്നും വേണ്ട, നിങ്ങൾ പോയിക്കോളൂ. ഇതെന്തൊരു നാണോ വിദ്യ നിനക്ക്? ഇങ്ങോട്ട് നോക്ക്, എന്നെ യൂസ് ചെയ്തോളൂ. നിങ്ങളുടെ ഭാര്യ വിളിക്കണോ? കണ്ടില്ലേ, അവള് എന്നെ വിളിക്കുന്നു. കട്ട് ചെയ്യണോ അതോ എടുക്കണോ? ഒന്ന് പോയി ഇവിടുന്ന്. തളരുത്, തളരുത്. പോ. എന്താ, പേടിച്ചു പോയോ? നീ കൊലപാതകം എന്തിനു ചെയ്തു, എങ്ങനെ ചെയ്തു? ഇങ്ങനത്തെ വൃത്തിയായിട്ട് ചോദ്യം ഞാൻ ചോദിക്കില്ല. എനിക്ക് വേണ്ടത് കാശ. അത് എത്രയാണ്, എവിടെ കൊണ്ടുവരണമെന്ന് പറയാം. ശ്രദ്ധിച്ചു കേൾക്ക്. നാണല്ലേ നിങ്ങക്ക്? സോറി. ഫോൺ എടുക്കാത്ത എന്താ മാഡം? ഇന്നലെ രാത്രി സാറ് ഫോൺ എന്റെ അടുത്ത് നിന്ന് മറന്നുപോയി. അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. പക്ഷെ മാഡം ഫോൺ എടുത്തില്ല. അതുകൊണ്ട് ഏൽപ്പിച്ചിട്ട് പോകാൻ വന്നതാ. സാർ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. എഴുന്നേറ്റിട്ടില്ലെന്നോ? ഞാനിത് സാറിനെ ഏൽപ്പിക്കാം, നിങ്ങൾ പോയിക്കോളൂ. എന്താ, കളിക്കുവാണോ? ഫോൺ എന്തിനാ കട്ട് ചെയ്തേ? അങ്ങനെയൊന്നുമില്ല, വേറൊരു കാളെ ഇടയ്ക്ക് വെച്ച് വന്നപ്പോ ഫോൺ കട്ടായി പോയതാ. നീ ചെയ്ത കൊലപാതകത്തെ കുറിച്ച് ഞാൻ പോലീസിനോട് പറയാതിരിക്കണമെങ്കിൽ നീ എനിക്ക് 25 ലക്ഷം രൂപ തരണം. മോൾക്ക് ക്യാൻസർ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. ഒരു 25 ലക്ഷം രൂപയുടെ അത്യാവശ്യമുണ്ട്. ഹലോ, കേൾക്കുന്നില്ലേ? പറയൂ പ്ലീസ്, കേട്ടോണ്ടിരിക്കുക. കാശ് എവിടെ കൊണ്ടുവരണമെന്ന് ഞാൻ പറയാം. ശ്രദ്ധിച്ചു കേട്ടോ. സിറ്റിക്ക് പുറത്തുള്ള അലുമിനിയം ഫാക്ടറിയില് 4ാമത്തെ ഷെഡിന്റെ അടുത്ത് വാ. ഈ കാര്യം മറ്റൊരാൾ അറിഞ്ഞാലുണ്ടല്ലോ. ഉറപ്പായിട്ട് ഇവൻ തന്നെയാ.